വൈകിയോടുന്ന ട്രെയിനുകൾ മിക്കപ്പോഴും യാത്രക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. പല ദീർഘദൂര ട്രെയിനുകളും മണിക്കൂറുകളോളം വൈകുന്നത് പതിവാണ്. വൈകിയോടുന്ന ട്രെയിനുകൾക്കായി റെയിൽവേ ഒരു പുതിയ സേവനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയത്തേക്കാൾ 2 മണിക്കൂറോ അതിലധികമോ വൈകിയാൽ ഇനി യാത്രക്കാർക്ക് റെയിൽവേയുടെ വക സൗജന്യ ഭക്ഷണം ലഭിക്കും. രാജധാനി, ശതാബ്ദി, ദുരന്തോ എക്സ്പ്രസ് തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കായാണ് ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നത്. IRCTC കാറ്ററിംഗ് നയം അടിസ്ഥാനമാക്കിയാണ് യാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്നത്. സമയത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിലും മാറ്റം വരും. രാവിലെ ബിസ്ക്കറ്റിനൊപ്പം ചായയോ കാപ്പിയോ നൽകും. മധുരമുള്ളതോ ഇല്ലാത്തതോ ആയ ചായയും കാപ്പിയും ലഭിക്കും. ഉച്ചഭക്ഷണത്തിൽ ചോറും പരിപ്പ് കറികളും ലഭിക്കും. വൈകുന്നേരം ചായയുടെ കൂടെ 4 കഷ്ണം ബ്രെഡും ഒരു ഫ്രൂട്ട് ഡ്രിങ്കും നൽകും. അത്താഴത്തിന് യാത്രക്കാർക്ക് പൂരിയും മിശ്രിതമായ പച്ചക്കറികളും അച്ചാറുകളും നൽകും. ട്രെയിൻ ഏറെ സമയം വൈകിയാൽ ടിക്കറ്റ് റദ്ദാക്കുന്ന യാത്രക്കാർക്ക് റീഫണ്ടായി മുഴുവൻ തുകയും ലഭിക്കും. 3 മണിക്കൂറോ അതിലധികമോ വൈകുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്താൽ യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റുകൾ ബുക്കിംഗ് ആപ്പ് വഴി റദ്ദാക്കുകയും റീഫണ്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. റെയിൽവേ കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ പണം തിരികെ ലഭിക്കുന്നതിന് നേരിട്ടെത്തി റദ്ദാക്കണം. ഭക്ഷണത്തിനും റീഫണ്ടിനും പുറമെ യാത്രക്കാർക്ക് മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും പദ്ധതിയിടുന്നുണ്ട്. അധിക നിരക്ക് ഈടാക്കാതെ കാത്തിരിപ്പ് മുറികളിൽ സമയം ചിലവഴിക്കാനും ഭക്ഷണശാലകളുടെ പ്രവർത്തനം ദീർഘിപ്പിക്കാനുമുള്ള സംവിധാനങ്ങളും പരിഗണനയിലുണ്ട്. കൂടാതെ രാത്രി വൈകി യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും അധിക ജീവനക്കാരുടെ സേവനവും ഉറപ്പുവരുത്താനും നീക്കമുണ്ട്. അതിനിടെ പ്രമേഹമുള്ളവർ യാത്രകളിൽ നേരിടുന്ന ഭക്ഷണപ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ശ്രമം തുടങ്ങി. ആദ്യഘട്ടമെന്നോണം രാജ്യത്ത് സർവീസ് നടത്തുന്ന പ്രീമിയം തീവണ്ടികളിലാണ് പുതിയ ഭക്ഷണ മെനു സജ്ജമാക്കിയത്. വന്ദേ ഭാരത്, രാജധാനി തീവണ്ടികളിൽ ഇതുവരെ സസ്യേതര ഭക്ഷണങ്ങൾ മാത്രമാണ് IRCTC നൽകുന്നത്. യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവരവർക്ക് ആവശ്യമായ ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള സൗകര്യം വിനിയോഗിക്കാം. നിലവിലെ ഈ 2 തരം വിഭവങ്ങൾക്ക് പുറമെ പ്രമേഹ രോഗികൾക്കുള്ള സസ്യഭക്ഷണം, പ്രമേഹ രോഗികൾക്കുള്ള സസ്യേതര ഭക്ഷണം എന്നിവയും ഓർഡർ ചെയ്യാം. ഇതിനു പുറമെ ജൈനമത വിശ്വാസികൾക്കുള്ള ഭക്ഷണവും ഓർഡർ ചെയ്യാം. കിഴങ്ങുവർഗ്ഗങ്ങൾ ഉൾപ്പെടെ ഭൂമിക്കടിയിലുണ്ടാകുന്ന വിഭവങ്ങൾ ഒഴിവാക്കിയതാണ് ജൈന ഭക്ഷണ രീതി. അതിനിടെ IRCTCയുടെ ഫുഡ് ഡെലിവറി സേവനമായ സൂപ്പ് ജിയോ ഹാപ്പിറ്റുമായി സഹകരിച്ച് ഉപഭോക്താക്കൾക്കായി വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് സേവനം ആരംഭിച്ചു. ഇതുവഴി യാത്രക്കാർക്ക് അവരുടെ PNR നമ്പർ ഉപയോഗിച്ച് ട്രെയിൻ യാത്രക്കിടെ ഭക്ഷണം വാങ്ങാനാവും. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തൊട്ടടുത്ത സ്റ്റേഷനിൽ സൂപ്പ് ഭക്ഷണം വിതരണം നടത്തും. വാട്സ്ആപ്പ് ബോട്ട് ഉപയോഗിക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓർഡർ ട്രാക്ക് ചെയ്യുന്നതിനും സൗകര്യമുണ്ട്. സൂപ്പ് വാട്സ്ആപ്പ് സേവനം ഇങ്ങനെ ഉപയോഗിക്കാം. ആദ്യ സന്ദേശം അയയ്ക്കുക. ഇതിനായി 7042062070 എന്ന നമ്പർ ഫോണിൽ സേവ് ചെയ്യുക. ഈ നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക. അപ്പോൾ ഒരു സ്വാഗത സന്ദേശം മറുപടിയായി ലഭിക്കും. ഇതിനൊപ്പം ലഭിക്കുന്ന ഓപ്ഷനുകളിൽ ഓർഡർ ഫുഡ്, ചെക്ക് PNR സ്റ്റാറ്റസ്, ട്രാക്ക് ഓർഡർ, റേസ് എ കംപ്ലീറ്റ് എന്നീ ഓപ്ഷനുകൾ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ 10 അക്ക PNR നമ്പർ ചോദിക്കും. ഇതുവഴി ട്രെയിനിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. വിവരങ്ങൾ പരിശോധിച്ച് തൊട്ടടുത്ത സ്റ്റേഷനുകളിൽ എവിടെയാണ് ഭക്ഷണം വേണ്ടത് എന്ന് ചോദിക്കും. അത് തിരഞ്ഞെടുക്കുക. തുടർന്ന് അവിടുത്തെ റെസ്റ്റോറന്റുകളുടെ ലിസ്റ്റ് കാണാം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത റെസ്റ്റോറന്റിൽ ലഭ്യമായ ഭക്ഷണങ്ങളുടെ പട്ടിക തുടർന്ന് കാണാം. അതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. തുടർന്ന് തിരഞ്ഞെടുത്തവയുടെ തുക കാണാം. ഇത് ഓൺലൈനായും നേരിട്ട് പണമായും നൽകാം. ഓർഡർ പൂർത്തിയായാൽ ഓർഡർ ട്രാക്ക് ചെയ്യാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.